ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നൊരു ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടാനുണ്ട്. ആ സമയത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പിട്ട് എൻ്റെ ചാനലിൽ ഞാനൊരു വളകാപ്പ് ഫംഗ്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ വാവ വന്നു, പെൺകുട്ടിയാണ്. അപ്പോൾ ഇന്ന് വാവ വന്നിട്ട് 28ാമത്തെ ദിവസമാണ്. ഇവിടെ ഞങ്ങൾക്കൊക്കെ 28ാമത്തെ ദിവസം പേരിടുന്ന ചടങ്ങ് ഇന്നാണ്. അപ്പോൾ 28 വിളി അതിനാണ് പോകുന്നത്. അമ്മേൻ്റെ അനിയത്തീൻ്റെ മോൻ്റെ കുട്ടീൻ്റെ 28 ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. അപ്പോൾ ഈ ഒരു കളറ് ഡ്രസ്സാണ് ഞാൻ പോകുമ്പോടുന്നത്. ഇതിൻ്റെ കളർ എന്താ, ലാവെൻഡർ അല്ലേ. പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് ആ ഓപ്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എന്താ എനിക്കതില്ലാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ വീഡിയോസിനൊക്കെ ഒരു സമയത്ത് കുറച്ച് ഒരു 500-600 ആളൊക്കെ കാണുന്ന വീഡിയോ ഇപ്പോൾ 100 പോലും ആകുന്നില്ല. എന്താ പറ്റിയെന്നറിയില്ല, കുഴപ്പമില്ല. ഇടയ്ക്ക് ഉയർച്ചയും താഴ്ചയും എല്ലാം വരും. അങ്ങനെ ഉയർന്നിട്ടുമില്ല ചാനൽ. എന്നാലും ഒരു 700-600 2-3 വീഡിയോസിന് പോയിരുന്നു. ഇപ്പോൾ വീണ്ടും ചങ്കരം തിങ്കിത്തന്നെ എന്ന് പറഞ്ഞ പോലെയായി എൻ്റെ വീഡിയോൻ്റെ കാര്യം. കണ്ടിന്യൂ ഇട്ടാൽ വരുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേര് പറയുന്നുണ്ട് വീഡിയോ തീരെ റീച്ചാകുന്നില്ല. ശ്രമിക്കുക, അല്ല ഡിപ്പെൻഡ് ചെയ്യാനല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മോളെ അവിടുന്ന് വീഡിയോ കാണുന്നതാണ്, കാർട്ടൂൺ കാണുന്നുണ്ട്. ആളിപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ എടുക്കാണ്ടെന്ന് ചൂടുള്ള ഇസ്തിരി പെട്ടിയല്ലേ, അതങ്ങനെ വന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ പണിയാണ്. അപ്പോൾ എൻ്റെ ഇസ്തിരി ഇടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നൊന്ന് ഷോ കാണിച്ചതാണ്. അപ്പോൾ മോൾക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് അവളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അന്നത്തെ ദിവസം മാത്രം ഇട്ടിട്ട് വെച്ച ഡ്രസ്സാണ്. എന്ന് ഇതിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൾക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ അവളെ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ എന്നെ ഷൂട്ട് തരണ്ട, ഞാൻ ഒറ്റക്ക് ഇട്ടേരുന്ന് പറഞ്ഞിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. അവസാനം മടുത്തിട്ട് 2 കൈ കൊണ്ട് ഷൂ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരിക, ഒന്ന് ഇട്ടേരുമോ എന്ന് ചോദിച്ചിട്ട്. ഡ്രസ്സ് മാറ്റിയാൽ അപ്പം പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. പോകുന്നേരമുള്ള കാഴ്ചകൾ എപ്പോഴും ഞാൻ കാണിക്കുന്ന പള്ളി, സ്കൂള് അങ്ങനെയല്ലേ. ഇനി അവിടെ എത്തിയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, പോകുന്നേരമുള്ള വീഡിയോ. പിന്നെ അവിടെ എത്തിയിട്ട് ഇത് അവളെ അമ്മയാണ് കേട്ടോ, അവർ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പല സ്ഥലത്തും ചടങ്ങുകളൊക്കെ വ്യത്യാസമായിരിക്കും. ഞങ്ങൾ ഇവിടെ ഉള്ള ചടങ്ങാണ് ഞാനിതിൽ കാണിക്കുന്നത്. ചിലരെ അമ്മേൻ്റെ ചെക്കൻ്റെ അമ്മേൻ്റെ മടിയിൽ നിന്നൊക്കെ പേരിടുന്ന കാണാം. ഞങ്ങൾക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഏട്ടൻ്റെ മടിയിൽ വെച്ചിട്ട് ഏട്ടനാണ് ആദ്യം പേര് വിളിക്കുക. ചില സ്ഥലത്ത് ഞാൻ കണ്ട കാര്യമാണ് അച്ചമ്മേൻ്റെ മടിയിൽ വെച്ചിട്ടൊക്കെ പേരിടുന്നത്. ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ വാവേൻ്റെ പേര് ഇതൾ അവനി അങ്ങനെയാണ് പേരിട്ടവർ. പിന്നെ ബാക്കി ചടങ്ങുകൾ നിങ്ങൾ കണ്ടോളൂ. പിന്നെ അരഞ്ഞാണം കെട്ടിയതിന് ശേഷം ഇത് ചെയ്യുന്നത് ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനത്തെ കൊണ്ട്
പാലിൽ മുക്കിയിട്ട് 3 പ്രാവശ്യം വാവേൻ്റെ വായിലിങ്ങനെ പേര് വിളിച്ചിട്ട് തന്നെ പാല് കൊടുക്കും. അതാണ് ചടങ്ങ്. ഇതെല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെയൊക്കെ അങ്ങനെയാണ്. അത് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരും വേണ്ടപ്പെട്ട ബന്ധുക്കളും എല്ലാം കൊടുക്കും. ഇപ്പോൾ പിന്നെ കുറച്ച് പേര് ഇപ്പോൾ ഓരോ രോഗമല്ലേ, കൊറോണ അങ്ങനത്തെയൊക്കെ വന്നുകൊണ്ട് ആദ്യമൊക്കെ ആരൊക്കെയാണോ വീട്ടിലുള്ളത് അവരൊക്കെ കൊടുക്കും. ഇപ്പോൾ കുഞ്ഞ് വാവയായതുകൊണ്ട് കുറച്ച് പേര് അത്രയും അടുപ്പുള്ള ആൾക്കാർ വാവേൻ്റെ വായിൽ പാല് കൊടുത്തിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ് വാവക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് കേട്ടോ. അപ്പോൾ വാവേൻ്റെ പേര് ഇതാണ് കേട്ടോ, ഇതൾ അവനി. ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ കാപ്പി കുടിക്കാനിരുന്നു. കുറച്ച് വീഡിയോസ് അന്നേരം എടുക്കാൻ പറ്റിയുള്ളൂ. ആൾ സമ്മതിച്ചില്ല. ആളെ കുരുത്തക്കേട് നോക്കി ഡ്രസ്സിൻ്റെ അകത്തുള്ള ആ സ്റ്റോൺ വർക്ക് എടുത്തിട്ട് വായിൽ വെച്ച് ഈവുക. എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ആൾ കരച്ചലും പിടിച്ചലും എല്ലായിരിക്കും. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. ആളൊരു കരച്ചലും തുടങ്ങിയാൽ പിന്നെ ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോണ്ടി വരും. അപ്പോൾ ആൾക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞപ്പാടും തന്നെ ചോറ് തിന്നാൻ പറ്റില്ലല്ലോ, ഇനി അതൊക്കെ കഴിയണ്ടേ. അപ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞേരം ഏകദേശം ഫുഡിൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങൾക്കിവിടെ സദ്യ ഒന്നുമല്ല പേരിടൽ ചടങ്ങിനെല്ലാം ഉണ്ടാകുക, ബിരിയാണി തന്നെയാണ്. തലശ്ശേരിക്കാർക്ക് ബിരിയാണി നിർബന്ധമാണ്. അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇതെന്താ വീഡിയോൻ്റെ കളർ ഇങ്ങനെ ഒരു നീല കളർ എന്ന് പറഞ്ഞാൽ മുകളിൽ പന്തലിട്ടതിൻ്റെ കളറാണ് ഈ കാണുന്നത്, ഒരു നീല കളർ അടിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ നേരെ ഇത്രയും ചോദിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.